ചെയ്യാൻ പോകുന്ന തേർഡ് സ്റ്റാൻഡേർഡിലെ മാത്തമാറ്റിക്സ് ആനുവൽ ഇവാലുവേഷൻ 2024-25 എന്ന് പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ ബുക്കൊക്കെ മാറിയുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, പുതിയ മോഡലാണ് അല്ലേ, പുതിയ ബുക്കാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ് എന്താണ്, ഫസ്റ്റ് നിങ്ങളുടെ പേര് എഴുതുക, നെയിം ഓഫ് ദ സ്കൂൾ, ഡിവിഷൻ, സിഗ്നേച്ചർ ഓഫ് ദ ടീച്ചറും സിഗ്നേച്ചർ ഓഫ് ദ പാരന്റ്. ഓക്കെ, ദെൻ നോക്കൂ, ഇൻസ്ട്രക്ഷൻ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട് കേട്ടോ. ഓക്കെ, ആ ടൈമിൽ എന്താക്കുക, നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി വായിച്ച് മനസ്സിലാക്കുക. ദെൻ ആൻസർ എനി 5 ആക്ടിവിറ്റീസ് ഫ്രം ദ ഗിവൺ 6 ആക്ടിവിറ്റീസ്. 6 ആക്ടിവിറ്റീസ് ഉള്ളതിൽ 5 ആക്ടിവിറ്റീസ് ചെയ്താൽ മതി. ആൻസർ ഓൾ സബ് ക്വസ്റ്റ്യൻസ് ഓഫ് ദി സെലക്ടഡ് ആക്ടിവിറ്റീസ്. നിങ്ങൾ ഏത് ആക്ടിവിറ്റിയാണ് സെലക്ട് ചെയ്യുന്നത് അതിൽ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് ABCD എന്നൊക്കെ പറഞ്ഞില്ലേ, ആ ABCD മൊത്തം എഴുതണം കേട്ടോ. ഏത് ആക്ടിവിറ്റിയാണ് സെലക്ട് ചെയ്യുന്നത് ആ ആക്ടിവിറ്റിയുള്ള മൊത്തം ഇത് ചെയ്തിരിക്കണം, സബ് ക്വസ്റ്റ്യൻസും. ഓക്കെ, ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കുക, ആക്ടിവിറ്റി 1 ആണ് കേട്ടോ, ദ ഗിഫ്റ്റ്. ജ്വാല ക്ലബ് കണ്ടക്ടഡ് സ്പീച്ച് കോമ്പറ്റീഷൻ ആസ് പാർട്ട് ഓഫ് ദ ന്യൂ ഇയർ സെലിബ്രേഷൻസ്. For children were declared winners under various categories. Winners will be given 500 rupees each as gift. The currency notes which are to be placed in the gift covers are in the table. കംപ്ലീറ്റ് ദ ടേബിൾ. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ജ്വാല ക്ലബ്ബ് എന്താണ്, ഒരു സ്പീച്ച് കോമ്പറ്റീഷന് ന്യൂ ഇയർ സെലിബ്രേഷനോടനുബന്ധിച്ച് നടത്തിയില്ലേ. 4 കുട്ടികൾ എന്താണ് പല കാറ്റഗറിയിലായിട്ട് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്താണ് 500 റുപ്പീസാണ് ഓരോരുത്തർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ കറൻസി നോട്ട് എന്താണ് ഗിഫ്റ്റ് ഒരു കവറിലാക്കി ഇതാക്കിയിട്ട് അല്ലേ. അപ്പോൾ ഈ ടേബിളിൽ എന്താക്കുക, കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നോക്കൂ, കവർ 1-ലുള്ളത് നോട്ട്സ് 100 റുപ്പി നോട്ട്സ് ഉള്ളത് അല്ലേ. അപ്പം നമ്പർ ഓഫ് നോട്ട്സ് ആകെ എന്താണ് കവറിൽ 1-ൽ മൊത്തം 100 റുപ്പിയാണ് ഉള്ളത്. അപ്പോൾ എത്ര, 500 റുപ്പിയാണ് ഓരോ കുട്ടികൾക്കും വേണ്ടത് അല്ലേ. എന്താണ്, അപ്പോൾ കവർ 1-ൽ മൊത്തം 500 വേണം. അപ്പം 100 റുപ്പികളാണെങ്കിൽ എത്ര 100 ഉണ്ടാവും, ഡാഷ് ഇൻറ്റു 100 ആണ്. അപ്പോൾ എത്ര 100 ഉണ്ടാവും, എന്താ 500 ആവണമെങ്കിൽ 5 അല്ലേ. 5 ഇൻറ്റു 100 എത്രയാണ്, 500. അപ്പോൾ നിങ്ങൾ എന്താക്കുക, അവിടെ 5 എഴുതുക. ഓക്കെ, ദെൻ അടുത്ത ഓക്കെ, 5 ഇൻറ്റു 100 = 500. ഇനി രണ്ടാമത്തെ കവറിലുള്ളത് മൊത്തം എത്രയാണ്, 10 റുപ്പി നോട്ട്സ് ആണ്. അതിൽ 10 റുപ്പി നോട്ട്സ് ഓൺലിയാണ് എന്ത് രണ്ടാമത്തെ കവറിലുള്ളത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ 10 റുപ്പി മാത്രമാണ് ഉള്ളെങ്കിൽ 500 ആവണമെങ്കിൽ എത്ര 10 രൂപ ഉണ്ടാവണം അതിൽ. എന്തിനോട് ഇൻറ്റു ചെയ്താലാണ് 10-നോട് എന്ത് ഇൻറ്റു ചെയ്താലാണ് 500 കിട്ടുക, 50 അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം, അവിടെ 50 അല്ലേ, 50 ഇൻറ്റു 100. ഓക്കെ, ദെൻ നെക്സ്റ്റ് മൂന്നാമത്തെ കവറിൽ 100 റുപ്പി നോട്ടും ഉണ്ട്, 50 റുപ്പി നോട്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ എത്ര 100 റുപ്പി നോട്ടും ഉണ്ട്, 50 റുപ്പി നോട്ട്സും ഉണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ 100 റുപ്പി നോട്ട് 4 എണ്ണം, അപ്പോൾ 4 ഇൻറ്റു 100 400. പിന്നെ 50 റുപ്പി നോട്ട് എന്താ 2 ഇൻറ്റു 50 2 എണ്ണം ഉള്ളത് അല്ലേ, 50 റുപ്പി നോട്ട്. അപ്പോൾ എത്ര 100, അപ്പോൾ 400 + 100 500. ഓക്കെ, മൂന്നാമത്തെ കവറിൽ 500 ആയി. ഇനി നെക്സ്റ്റ് 3 ടൈപ്സ് ഓഫ് നോട്ട്സ് നാലാമത്തെ കവറിലുള്ളൂ കേട്ടോ. അപ്പോൾ 3 ടൈപ്പ് നോട്ട്, അതായത് 10-ൻ്റെ ഉണ്ട്, 50-ൻ്റെ ഉണ്ട്, 100-ൻ്റെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താക്കാം, അവിടെ നമുക്ക് ടോട്ടൽ 500 കിട്ടും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് 100-ൻ്റെ എത്ര ഉണ്ട് നോക്കാം അല്ലേ. അപ്പോൾ ഇവിടെ എന്താക്കുക, നിങ്ങൾ ഏതൊക്കെയാണ് നോട്ടാണ് ഉണ്ടാവുക, 100 ഉണ്ടാവും, പിന്നെ 50 ഉണ്ടാവും, 10-ൻ്റെ ഉണ്ടാവും അല്ലേ. 3 ടൈപ്പ് ഓഫ് നോട്ടാണ് ഇതിലുള്ളത് അല്ലേ. ആകെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, 100 50 10 അല്ലേ പറഞ്ഞുള്ളൂ. അപ്പോൾ ആ 3 ടൈപ്പ് നോട്ടാണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനി 100-ൻ്റെത് ഇപ്പോൾ നമുക്ക് എന്താ കിട്ടേണ്ടത്, 500 ആണ് ടോട്ടൽ കിട്ടേണ്ടത് അല്ലേ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താക്കാം, 500 കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 100 എത്ര വേണം, 50 എത്ര എണ്ണം വേണം, 10 എത്ര എണ്ണം വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താക്കുക, ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാട്ടോ. ഇവിടെ ഞാൻ എന്താക്കുക, 3 ഇൻറ്റു 100 കൊടുത്തു. ഓക്കെ, 3 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 300 ആയി അല്ലേ. അപ്പോൾ 3 ഇൻറ്റു 100 300, നമ്മുടെ 300 എഴുതി. ഓക്കെ, 3 ഇൻറ്റു 100 300. ഓക്കെ, 300. ഇനി 15-ൻ്റെത് നമുക്ക് ടോട്ടൽ 500 വേണ്ട കേട്ടോ. അപ്പോൾ 300 ആയ ഇനി നമുക്ക് എന്താക്കണം, 500 ആണെങ്കിൽ 200 കൂടി കിട്ടണം അല്ലേ. അങ്ങനെ ആകുമ്പോൾ ഞാൻ എന്താക്കുക, ഇവിടെ 50-ൻ്റെ ഒരു 2 എണ്ണം കൊടുക്കുകയാണ്. 2 ഇൻറ്റു 50 2 ഇൻറ്റു 50 എത്രയാണ്, 100 ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ 100 ആയി. ഓക്കെ, 100 ആയി. അപ്പോൾ 300 + 100 എത്രയായി, 400 ആയി അല്ലേ. നമുക്ക് 500 കിട്ടണം അല്ലേ. അപ്പോൾ ഒരു 100 കൂടി കുറവുണ്ട് അല്ലേ. അപ്പോൾ 100 10-നോട് എന്തിൻ്റെ ചെയ്താലാണ് 100 കിട്ടുക, 10 അല്ലേ. അപ്പോൾ 10 രൂപൻ്റെ 10 എണ്ണം. ഓക്കെ,
10 10 അല്ലേ. അപ്പം എന്തായി 100. അപ്പോൾ നമുക്ക് ടോട്ടൽ എന്ത് കിട്ടി? 300 + 100 400 400 + 100 500. ഇപ്പോൾ 500 ആയി. അപ്പോൾ 3 ടൈപ്പ് ഓഫ് നോട്ട് ഇങ്ങനെയല്ലേ. 100ൻ്റെ 3 എണ്ണം, 50ൻ്റെ 2 എണ്ണം, 10ൻ്റെ 10 എണ്ണം അല്ലേ. ഇനി നമുക്ക് ഇതന്നെ വേണമെന്നില്ല. നമുക്ക് എന്താക്കാം, 100ൻ്റെ ഒരു 4 എണ്ണം കൊടുക്കുക. അപ്പോൾ 4 × 100 400 അല്ലേ. പിന്നെന്താണ് 50ൻ്റെ 1 കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? 450 വരും അല്ലേ. പിന്നെന്താ 10ൻ്റെ ഒരു 5 എണ്ണം കൊടുക്കുക. അപ്പോൾ എന്തായി 500 അല്ലേ. അപ്പോൾ ഈ നമ്പർ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് പല നമ്പർ. ഇനി 100ൻ്റെ ഒരു 1 കൊടുക്കുക, 50ൻ്റെ കുറച്ച് കൂട്ടി കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്താക്കുക, നിങ്ങൾക്ക് എളുപ്പമുള്ള മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്രിക്കറ്റ് മാച്ചാണ് കേട്ടോ. ആക്ടിവിറ്റി 2 ആണ്, ക്രിക്കറ്റ് മാച്ചാണ്. ഇവിടെ നോക്കൂ, എ ക്രിക്കറ്റ് മാച്ച് ഈസ് ഗോയിങ് ഓൺ ഇൻ ദ ഫോറസ്റ്റ്. എന്താണ് ക്രിക്കറ്റ് മാച്ച്? ഫോറസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ദ മാച്ച് ഈസ് ബിറ്റ്വീൻ പാന്തേഴ്സ് ക്ലബ് ആൻഡ് ടസ്കർ ക്ലബ് അല്ലേ. ക്ലബ്ബാട്ടോ വരുന്നത്. അപ്പോൾ എന്താണ് പാന്തേഴ്സ് ക്ലബ്ബും പിന്നെ അതുപോലെ ടസ്കേഴ്സ് ക്ലബ്ബുമാണ് എന്താക്കുന്നത്, അത് നടത്തുന്നത് അല്ലേ. മാച്ച് ബിറ്റ്വീൻ അവർ തമ്മിലുള്ള മാച്ചാണ്. ടസ്കർ ക്ലബ്ബ് സ്റ്റാർട്ടഡ് ബാറ്റിംഗ് ഫസ്റ്റ് ടസ്കർ ക്ലബ്ബാണ് എന്താക്കിയത്, ബാറ്റ് ചെയ്തത് അല്ലേ. ലുക്ക് അറ്റ് ദി സ്കോർ. അവരുടെ സ്കോർ നോക്കൂ. ഇതാണ് ടസ്കർ ക്ലബിൻ്റെ കേട്ടോ. ജാങ്കോ ദ എലിഫന്റിന് 125 റൺസ് കിട്ടി. മട്ടൻ ദ ലയണിന് 109 റൺസ് കിട്ടി. സ്പീഡി ദ ഹോഴ്സിന് 75 റൺസും കിട്ടി. ഓക്കെ. ഇതെന്താണ് ടസ്കേഴ്സ് ക്ലബ്ബാണ് കേട്ടോ. Then now Jamban the tiger of the Panthers club is batting with 120 runs. ഇത് പാന്തേഴ്സ് ക്ലബിലുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്താണ് ജമ്പന്, എന്താണ് ടൈഗറിന് 120 റൺസ് കിട്ടി. അതുപോലെ എന്താണ് ട്രിക്കി ഫോക്സ് ബാറ്റ് ചെയ്തപ്പോൾ 92 റൺസും കിട്ടി. ഓക്കെ. ദെൻ ഇനി എന്താ ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൗ മെനി റൺസ് ഡിഡ് ദ ടസ്കർ ക്ലബ് സ്കോർ? അങ്ങനെ ആവുമ്പോൾ ഈ ടസ്കർ ക്ലബ്ബ് സ്കോർ ചെയ്തത് എത്ര റണ്ണാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേതാ ടസ്കർ ക്ലബ്ബ്? ഈ മുകളിലുള്ള അല്ലേ ജങ്കോയും പിന്നെ അതായത് മട്ടനും സ്പീഡിയും അല്ലേ, അവരാണ് എന്താണ് ടസ്കർ ക്ലബ്ബുകൾ അല്ലേ. അപ്പോൾ അവർക്ക് എത്ര സ്കോർ ചെയ്തെന്ന് പറഞ്ഞാൽ അതെന്താ, ഇതെല്ലാം കൂടി കൂട്ടിയാൽ മതി അല്ലേ. അപ്പോൾ 125 + 109 + 75. അപ്പോൾ നമുക്ക് കൂട്ടി എന്ത് കിട്ടും? അത് അങ്ങനെ എഴുതി കേട്ടോ നിങ്ങൾ. 125 + 109 + 75. എന്നിട്ട് എന്താ അതിൻ്റെ ആൻസർ എത്ര കിട്ടുക? അപ്പോൾ 309 കിട്ടും കേട്ടോ. അത് നിങ്ങൾ പ്രസ് ചെയ്തിട്ട് എഴുതണേ. ദെൻ നെക്സ്റ്റ് അടുത്ത എന്താണ്, ഹൗ മെനി റൺസ് ഡു പാന്തേഴ്സ് ക്ലബ് ഹാവ് നൗ? അങ്ങനെയാണ് ഈ പാന്തേഴ്സ് ക്ലബിന് എത്ര കിട്ടി ഇപ്പോൾ എന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ പാന്തേഴ്സ് ക്ലബിൽ ജമ്പൻ ദ ടൈഗർ 120 റൺസ് എടുത്തു. അതുപോലെ ട്രിക്കി ഫോക്സിന് 92 റൺസും കിട്ടിയിട്ടുണ്ട് അല്ലേ. അങ്ങനെ ആകുമ്പോൾ അവർക്കിപ്പോൾ കിട്ടിയ റൺ എത്രയാണ്? അത് രണ്ടും കൂടി ആഡ് ചെയ്യുക അല്ലേ, കൂട്ടുക. ദെൻ അപ്പോൾ 120 + 120 + 92 എത്രയാ? 212 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം, നിങ്ങൾ അങ്ങനെ എഴുതണേ. 120 + 92. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 212 എന്ന് കിട്ടും. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായാലും, ഹൗ മെനി മോർ റൺസ് ആർ നീഡഡ് ഫോർ പാന്തേഴ്സ് ക്ലബ് ടു വിൻ ദ മാച്ച്? അങ്ങനെ ആകുമ്പോൾ എത്ര റൺസ് ആവശ്യമാണ് ഈ പാന്തേഴ്സ് ക്ലബ്ബ് ഈ മാച്ചിൽ വിജയിക്കണമെന്നെങ്കിൽ എന്നാണ്. അപ്പോൾ നമ്മളെന്താണ് ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ 309 - 212 എന്ന് കൊടുക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എത്ര? 309 അല്ലേ. 309 - 212 കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? അപ്പോൾ ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ എന്താണ് 97 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 97 കിട്ടും. ഇനി നോക്കിയേ, ഇവർ ഇതെന്താണ് ഈ 309 ഈ 212 മൈനസ് ചെയ്താൽ എന്താ കിട്ടുക? 97 കിട്ടൂലേ. ഓക്കെ. അപ്പോൾ എന്താണ് ഇത് ഈക്വൽ ആവുകയുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് വിജയിക്കണമല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടി ഇതാക്കിയാൽ എന്താ ഈക്വൽ ആവുകയുള്ളൂ. അപ്പോൾ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ആ മൈനസ് ചെയ്തതിൽ ഒരു 1 കൂടി നമ്മൾ കൂട്ടി കൊടുക്കണം. ഓക്കെ. അപ്പോൾ 97 + എന്താക്കുക, ഒരു 1 കൂടി കൊടുക്കുക. അപ്പോഴേ വിജയിക്കുള്ളൂ അല്ലേ, അല്ലെങ്കിൽ ഈക്വൽ ആവുകയുള്ളൂ അല്ലേ. അപ്പോൾ ഒരു 1 കൂടി നിങ്ങൾ കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? നിറയെ വിജയിക്കുള്ളൂ. ഈക്വൽ ആവുകയല്ലേ, രണ്ടാൾ സെയിം ആയാലും ഈക്വൽ ആവുകയുള്ളൂ. എന്നിട്ട് എന്താക്കുക, 97 1 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 98. അപ്പോൾ 98 റൺസാണ് എന്താക്കേണ്ടത്, വിജയിക്കണം എന്നുണ്ടെങ്കിൽ അല്ലേ. അപ്പോൾ പാന്തേഴ്സ് ക്ലബിന് വിജയിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് 98 റൺസ് കിട്ടണം. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി 3 ആണ്. റൈറ്റ് ദ മെഷർ. ഇനി മെഷർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. മെഷർ ചെയ്താണ്. വേരിയസ് മെഷറിംഗ് യൂട്ടൻസിൽസ് ആർ വെയിങ് സ്കെയിൽസ് ആർ ഗിവൺ ഇൻ ദ പിക്ചർ. കംപ്ലീറ്റ് ദ ടേബിൾ റൈറ്റിംഗ് ദ മെഷേഴ്സ് ഓഫ് ദെയർ യൂണിറ്റ്സ്. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വേരിയസ് മെഷറിംഗ് യൂട്ടൻസിൽസിൻ്റെയും വെയിറ്റിൻ്റെയും അതാണ് പിക്ചറിൽ തന്നിരിക്കുന്നത് അല്ലേ. അതെന്താക്കുക, ഈ ടേബിൾ കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഇത് 2 ടൈംസ് ആണ് അല്ലേ. ഇത് എന്താണ് 5 ml ആണ്. അപ്പോൾ ഇത് 2 ടൈംസ് എന്ന് പറയുമ്പോൾ എന്താണ് 5 ×
2 ടൈംസ് അല്ല, 2 ടൈംസ് പറയുമ്പോൾ ഇൻറ്റു ചെയ്യാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ 5 ml × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 അല്ലേ, 10 ml. ദെൻ നെക്സ്റ്റ് ഇത് എത്രയാന്ന് നോക്കിയാൽ 200 ml ആണ് അല്ലേ. ഇത് 200 ഈ ടൈംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താക്കുക, ഇൻറ്റു ചെയ്യാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ 200 ml എന്ന് പറയുമ്പോൾ 200 ml × 4 ടൈംസ് എന്ന് പറയുമ്പോൾ എന്താണ് 200 ml × 4 അല്ലേ. അപ്പോൾ 200 × 4 എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് കിട്ടുക? എത്രയാ? 800 അല്ലേ. ഓക്കെ, 800 ml ഇത് കേട്ടോ. ഓക്കെ, ദെൻ 800 ml. ദെൻ നെക്സ്റ്റ് എന്താണ്? 1 ലിറ്റർ ആണ് അല്ലേ. 1 ലിറ്റർ 3 ടൈംസ് ആണ്. ടൈംസ് എന്ന് പറയുമ്പോൾ ഇൻറ്റു ചെയ്യുക അല്ലേ. അപ്പോൾ 1 × 3 എത്രയാണ്? 3 അല്ലേ. അപ്പോൾ 3 ഇവിടെ പിന്നെ യൂണിറ്റ് തന്നിട്ടുണ്ട് അല്ലേ, ലിറ്റർ. അപ്പം 3 ലിറ്റർ ഇത് കേട്ടോ. 3 ലിറ്റർ. ദെൻ നെക്സ്റ്റ് എന്താണ്? ഇത് 500 ഗ്രാമാണ് തന്നിരിക്കുന്നത്. 4 ടൈംസ് ആണ് അല്ലേ. അപ്പോൾ എന്താണ്? 500 ഗ്രാം അല്ലേ. അപ്പോൾ 500 × 4 ചെയ്യുക. അപ്പോൾ 500 × 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നിങ്ങൾ സൈഡിൽ ചെയ്ത് നോക്കുക. 500 × 4 എത്രയാണ്? 2000 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 2000 ഗ്രാം ആണ് കിട്ടുക. അപ്പോൾ 2000 ഗ്രാം ആണ്. അപ്പോൾ ഇവിടെ കിലോഗ്രാമിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താക്കുക, ഇവിടെ 2000 ഗ്രാം എന്താണ് 1000 ഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? 1 കിലോഗ്രാം ആണ് അല്ലേ. അപ്പോൾ 2000 ഗ്രാം എന്ന് പറഞ്ഞാലോ 2 കിലോഗ്രാം. അപ്പോൾ നമുക്ക് എന്താക്കുക, ഇവിടെ ആൻസർ 2 എന്ന് എഴുതുക കേട്ടോ. ഓക്കെ, 2 കിലോഗ്രാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആയാലും എന്താ? ബി ക്വസ്റ്റ്യൻ നോക്ക്. The height and weight of Leju in the 3rd standard is given. എന്താ 3ാം ക്ലാസ്സിലെ എന്താ ലജുവിന്റെ ഹൈറ്റും വെയിറ്റും ഇവിടെ തന്നിട്ടുണ്ട്. റൈറ്റ് ദ കറക്റ്റ് യൂണിറ്റ്. അതിന്റെ യൂണിറ്റ് ചെയ്താണ് പറയുന്നത്. അവന്റെ ഹൈറ്റ് 128 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 128 അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? നമ്മൾ ഹൈറ്റ് നോക്കുമ്പോൾ അതിന്റെ യൂണിറ്റ് എന്താ പറയാ? യെസ്, എന്താണ്? cm അല്ലേ. അപ്പോൾ എന്താക്കുക, അവിടെ 128 cm ചെയ്ത് കേട്ടോ. ഓക്കെ, 128 cm എഴുതുക. ദെൻ വെയിറ്റ് തന്നിട്ടുണ്ട് അല്ലേ. വെയിറ്റ് നമ്മൾ സാധാരണ എന്തിലാ പറയല്? kg, കിലോഗ്രാമിലാ പറയല് അല്ലേ. അപ്പം എന്താക്കുക, കിലോഗ്രാം എഴുതുക കേട്ടോ. ഓക്കെ, ഓക്കെ, കിലോഗ്രാം എഴുതുക. അപ്പോൾ വെയിറ്റ് എപ്പോഴും കിലോഗ്രാമിലാണ് നമ്മൾ പറയുക. അപ്പം വെയിറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. ഹൈറ്റിന്റെ യൂണിറ്റ് എന്താണ്? സെന്റിമീറ്റർ ആണ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് എന്താണ്? ആക്ടിവിറ്റി 4 ആണ് കേട്ടോ. വെജിറ്റബിൾ ഗാർഡൻ. ദ പിക്ചർ ഷോസ് ദ വെജിറ്റബിൾസ് Milan got from his school vegetable garden today. Complete the table. Write the numbers of each vegetable. ഓരോ വെജിറ്റബിൾസിന്റെ നമ്പർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പംകിൻ എത്ര ഉണ്ട്, അതുപോലെ ടൊമാറ്റോ എത്ര, ലേഡീസ് ഫിംഗർ എത്ര, പൊട്ടറ്റോ എത്ര, ഓണിയൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, പംകിൻ എത്ര? 1 2 3 4 5 6 7 അല്ലേ. അപ്പോൾ പംകിൻ എത്രയാണ്? നമുക്ക് 7 എന്ന് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ പംകിൻ 7. അപ്പോൾ ആ 7 എന്നുള്ളത് ഇവിടെ എഴുതുക കേട്ടോ. പംകിൻ 7 ആണ്. അപ്പോൾ ഓക്കെ, 7. ഇനി ടൊമാറ്റോ എത്ര എണ്ണി നോക്കിയേ. അപ്പോൾ അത് എണ്ണി നമുക്ക് എന്ത് കിട്ടും? 8 എന്ന് കിട്ടും അല്ലേ. ആ 8 എന്നുള്ളത് ഇവിടെ എഴുതുക. ഓക്കെ, 8 എന്ന് എഴുതി. ദെൻ നെക്സ്റ്റ് ലേഡീസ് ഫിംഗർ ആണ്. ലേഡീസ് ഫിംഗർ എത്ര എണ്ണാണ് എണ്ണി നോക്കിയേ. അപ്പോൾ എത്രയാണ്? 10 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ലേഡീസ് ഫിംഗറിന്റെ അവിടെ പോയിട്ട് 10 എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മൾ ലേഡീസ് ഫിംഗറിന്റെ അവിടെ എന്താക്കി? 10 എഴുതി. ദെൻ നെക്സ്റ്റ് എന്താണ്? പൊട്ടറ്റോ ആണ് അല്ലേ. പൊട്ടറ്റോ എത്ര എണ്ണാണ്? അപ്പോൾ പൊട്ടറ്റോ എത്രയാണ്? 1 2 3 4 5 6 അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക? പൊട്ടറ്റോന്റെ അവിടെ 6 എന്ന് എഴുതുക. ഓക്കെ, ഇവിടെ പൊട്ടറ്റോന്റെ അവിടെ 6 എന്ന് എഴുതുക. ഓക്കെ, 6 എന്ന് എഴുതുക. ദെൻ നെക്സ്റ്റ് എന്താണ്? ഒണിയൻ ആണ് അല്ലേ. ഒണിയൻ എത്ര എണ്ണാണ്? അപ്പോൾ 7 ഒണിയൻ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക? ഒണിയന്റെ അവിടെ നമ്മൾ 7 എന്ന് എഴുതുക കേട്ടോ. ഓക്കെ, ഇവിടെ നമ്മൾ 7 എന്ന് എഴുതുക. ഓക്കെ, നമുക്ക് 7. ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നോക്കുക. നെയിം ദ വെജിറ്റബിൾസ് വിച്ച് ആർ സെയിം ഇൻ ദ നമ്പർ. അപ്പോൾ ഏതാണ് ഈ സെയിം നമ്പർ വന്ന വെജിറ്റബിൾസ് ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സെയിം നമ്പർ വന്ന വെജിറ്റബിൾ നോക്കൂ. 7 ഉണ്ടോ? അത് അവിടെ ഉണ്ട് അല്ലേ. 7 ഏതൊക്കെയാണ്? പംകിനും ഒണിയനും അല്ലേ. പിന്നെ വേറെ ഏതെങ്കിലും സെയിം നമ്പർ വന്നിട്ടില്ല അല്ലേ. അപ്പോൾ പംകിനും ഒണിയനും ആണ് എന്ത് സെയിം നമ്പർ ആയിട്ട് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്താക്കാത്ത ഇവിടെ ഈ ഇതിൽ എഴുതുക. എന്ത്? പംകിൻ പിന്നെ ഒണിയൻ എഴുതുക കേട്ടോ. സെയിം നമ്പർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയാൽ അതിൽ വന്നിരിക്കുന്നത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യന് റൈറ്റ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ ടേബിൾ. നിങ്ങൾ എന്താക്കുക? ക്വസ്റ്റ്യൻ വെച്ചിട്ട് എന്താക്കുക? ഈ ടേബിൾ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമുക്ക് എന്താ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം? ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കൂടെ. നെയിം ദ വെജിറ്റബിൾസ് ലാർജ് നമ്പർ അല്ലേ. നെയിം ദ വെജിറ്റബിൾ ഇൻ സ്മോളസ്റ്റ് നമ്പർ അല്ലേ. പിന്നെന്താണ്? ഹൗ മെനി
ടൊമാറ്റോസ് ഇൻ ദ ടേബിൾ അല്ലേ, അങ്ങനെയൊക്കെ ചോദിക്കുക അല്ലേ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക അല്ലേ. എത്ര ടൊമാറ്റോ ഉണ്ട്, അല്ലെ എത്ര ലേഡീസ് ഫിംഗർ ഉണ്ട്, എത്ര പൊട്ടറ്റോ ഉണ്ട്, പിന്നെ അതുപോലെ ഏറ്റവും ചെറിയ നമ്പറുള്ള വെജിറ്റബിൾ ഏതാണ്, ഏറ്റവും വലിയ നമ്പറുള്ള വെജിറ്റബിൾ ഏതാണ് ഒക്കെ ചോദിക്കുക അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. ദെൻ അടുത്ത ആക്ടിവിറ്റി എന്താ നോക്കാം നമുക്ക്. കാർഡ് ഗെയിം ആണ് കേട്ടോ. അജയ് ആൻഡ് മിലാൻ ആർ പ്ലേയിങ് കാർഡ്സ്. അജയും മിലാനും എന്താണ് കാർഡ്സ് കളിക്കുകയാണ്. ദേ ടുക്ക് 24 കാർഡ്സ് ഫ്രം ദ ബോക്സ്, ഡിവൈഡഡ് ദം ഈക്വലി ആൻഡ് സ്റ്റാർട്ടഡ് ടു പ്ലേ. എന്താണ് അവർ 24 കാർഡ് ബോക്സിൽ നിന്ന് എടുത്തു അല്ലേ. എന്നിട്ട് എന്താക്കി അവർ ഈക്വൽ ആയിട്ട് എന്താക്കി ഷെയർ ചെയ്തു. ഓക്കെ, ഈക്വൽ ആയിട്ട് എന്താക്കി ഷെയർ ചെയ്തു. അപ്പോൾ ഈക്വലായിട്ട് ഷെയർ ചെയ്യാൻ പറയുമ്പോൾ എന്താണ്, എന്നിട്ട് അവർ കളിച്ചു അല്ലേ. അപ്പോൾ ഈക്വലായിട്ട് ഷെയർ ചെയ്യാൻ എന്താ നമ്മളെപ്പോഴും ഡിവൈഡാണ് അപ്പോൾ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താക്കി അവിടെ ചോദ്യം നോക്കുക. ഹൗ മെനി കാർഡ്സ് വിൽ ഈച്ച് വൺ ഹാവ്. അപ്പോൾ 24 കാർഡാണ് ഉള്ളത് അല്ലേ. 24 കാർഡ് ഉള്ളതിൽ ഒരു ഈക്വൽ ആയിട്ട് രണ്ടാൾ ഷെയർ ചെയ്ത് കൊടുത്തു അല്ലേ. അപ്പോൾ എത്ര കാർഡ് ഓരോരുത്തർക്കും കിട്ടി. അപ്പോൾ നമ്മൾ എന്താക്കാണ് 24 എന്താക്കണേ 2 ആയിട്ട് രണ്ടാൾക്കാരല്ലേ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 24 ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അപ്പോൾ 24 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക, 12 എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ എന്താണ് കിട്ടുക, 12 എന്ന് കിട്ടും. അപ്പം 24 ഡിവൈഡഡ് ബൈ നിങ്ങൾ എഴുതണം 24 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 12 എന്ന് എഴുതുക കേട്ടോ. ആൻസർ മാത്രമേ എഴുതുന്നുള്ളൂ, നിങ്ങൾ എഴുതുക. ആഫ്റ്റർ ദ ഫസ്റ്റ് ഗെയിം 2 more ഫ്രണ്ട്സ് ജോയിൻ ദം. അങ്ങനെ ഫസ്റ്റ് ഗെയിം കഴിഞ്ഞപ്പോൾ എന്താണ് 2 ആൾക്കാരും കൂടി അതിൽ ജോയിൻ ചെയ്തു. ടു സ്റ്റാർട്ട് എ ന്യൂ ഗെയിം, അവരെന്താക്കി ഒരു പുതിയ ഗെയിം കളിക്കാൻ തുടങ്ങി. എത്ര ആൾക്കാരെ ചേർന്നത്, കുറച്ച് കഴിഞ്ഞപ്പോൾ 2 ആൾക്കാരും കൂടി ചേർന്ന് അല്ലേ. അങ്ങനെ എന്താക്കി അവർ ഗെയിം കളിക്കാൻ തുടങ്ങി. ദേ ഡിവൈഡ് ദ കാർഡ്സ് അഗെയിൻ. അങ്ങനെ എന്താക്കി അവർ ആ കാർഡ്സ് വീണ്ടും എന്താക്കി ഡിവൈഡ് ചെയ്തു അല്ലേ. ഇപ്പോൾ എത്ര ആൾക്കാരായി, ആദ്യം 2 ആൾക്കാരുണ്ടായി, പിന്നെ 2 ആൾക്കാരും കൂടി ജോയിൻ ചെയ്തു അല്ലേ. ഇപ്പം എത്ര ആൾക്കാരായി, 4 ആൾക്കാരായി അല്ലേ. ഈ 4 ആൾക്കാരും കൂടി ഈ കാർഡ് എന്താക്കി ഈക്വലായിട്ട് ഷെയർ ചെയ്തു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി കാർഡ്സ് ഡസ് ഈച്ച് വൺ ഹാവ്. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര കാർഡ് കിട്ടിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ എത്ര കാർഡാണ് ഉള്ളത്, മൊത്തം 24 കാർഡ്സ് ആണ് അല്ലേ. അപ്പോൾ എത്ര ആൾക്കാർക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്, 4 ആൾക്കാർക്ക് അല്ലേ. അപ്പോൾ 24 ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. അപ്പോൾ 24 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ എത്രയാണ് നിങ്ങൾക്ക് കിട്ടുക, 24 ഡിവൈഡഡ് ബൈ 4 നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 8 എന്ന് കിട്ടും കേട്ടോ. ഓക്കെ, 8 ആണോ, അല്ല സോറി 6 ആണ് അല്ലേ. എന്താണ്, അപ്പോൾ 24 ഡിവൈഡഡ് ബൈ 4 എത്രയാണ്, 6 ആണ്. ഓക്കെ, അപ്പോൾ 6 4s ആണ് 24. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താക്കി ഓരോരുത്തർക്ക് 6 കാർഡ് കിട്ടി അല്ലേ. ദെൻ നെക്സ്റ്റ് എന്താണ്, ആഫ്റ്റർ സംടൈംസ് 4 more ഫ്രണ്ട്സ് ഗെയിം. അവരിപ്പോൾ 4 ആൾക്കാർ കളിച്ചുകൊണ്ടിരിക്കുകയും അല്ലേ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താക്കി 4 ആൾക്കാരും കൂടി വന്നു. ഇപ്പോൾ മൊത്തം എത്ര ആൾക്കാരായി, 8 ആൾക്കാരായി അല്ലേ. ദേ ടുക്ക് 24 കാർഡ്സ് ഫ്രം ദ ബോക്സ്. അവരെന്താക്കി 24 ബോക്സിൽ നിന്ന് 24 കാർഡും കൂടി എടുത്തു അല്ലേ. ആൻഡ് മിക്സഡ് ദം വിത്ത് ദ കാർഡ്സ് ദേ വർ ഓൾറെഡി പ്ലേയിങ്. അപ്പോൾ ആദ്യം കളിച്ചുകൊണ്ടിരുന്ന ആ കാർഡിലേക്ക് ഈ 24 കാർഡ്സും കൂടി കൊടുത്തു. അപ്പോൾ എന്താക്കി, അപ്പോൾ എത്ര കാർഡായി, ഇപ്പോൾ ആദ്യം 24 കാർഡ്സേ ഉണ്ടായിരുന്നു അല്ലേ, 24 കാർഡ്സേ ഉണ്ടായി. ഇപ്പോൾ ഒരു 24 കൂടി എടുത്തു അല്ലേ. അപ്പോൾ എന്താക്കുക 24 + 24 ചെയ്യുക അല്ലേ. രണ്ടും കൂടി ആഡ് ചെയ്താൽ ഇത്ര ടോട്ടൽ കാർഡ് കിട്ടും അല്ലേ. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും, 48 എന്ന് കിട്ടും അല്ലേ. ഓക്കെ, അപ്പോൾ 48 കാർഡാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇനി ദെൻ ദേ ഡിവൈഡഡ് ദ കാർഡ്സ് ഈക്വലി ടു സ്റ്റാർട്ട് എ ന്യൂ ഗെയിം. ഇനി എന്താക്കി അവർ ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്ത് ആ കാർഡ്സ് ഒക്കെ അല്ലേ. ഹൗ മെനി കാർഡ്സ് വിൽ ഈച്ച് വൺ ഹാവ്. അപ്പോൾ ഓരോരുത്തർക്ക് എത്ര കാർഡ് കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ എത്ര കാർഡാണ് ഉള്ളത്, 48 കാർഡാണ് അല്ലേ. എത്ര ആൾക്കാരാണ് ഉള്ളത്, 8 ആൾക്കാർ അല്ലേ. അപ്പോൾ ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്ത് ഓരോരുത്തർക്ക് എത്ര കിട്ടും, ഞാൻ പറഞ്ഞ ഈക്വലായി ഷെയർ ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യണം, ഹരിക്കണം അല്ലേ. അപ്പോൾ എന്താണ് 48 ഡിവൈഡഡ് ബൈ 8 ചെയ്യുക അല്ലേ. 48 ഡിവൈഡഡ് ബൈ 8 ചെയ്താൽ എത്ര നമുക്ക് കിട്ടുക, 6 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ പുട്ട് ടിക്ക് മാർക്ക് ഓൺ ദ കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസറിന് അവിടെ ടിക്ക് മാർക്ക് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഓക്കെ, ഇപ്പോൾ എന്താണ് ഇവിടെ അവിടെ നിന്നില്ലേ. അപ്പോൾ എന്താ 48 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, 6 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക 6ന്റെ അവിടെ നിങ്ങൾ എന്താക്കുക ടിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താക്കുക അവിടെ 6ന്റെ അവിടെ നമുക്ക് ടിക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്, അടുത്തത് കഴിഞ്ഞു അല്ലേ. അതാ ഒന്നുണ്ട് അല്ലേ. ആക്ടിവിറ്റി 6 ആണ് അല്ലേ. വാട്ട്സ് ദ ടൈം. ഇപ്പോൾ ടൈം എത്രയാണെന്ന് വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ കംപ്ലീറ്റ് ദ ടേബിൾ, റൈറ്റിംഗ് ദ ടൈം ആൻഡ് ഡ്രോ ദ ഹാൻഡ്സ് ഓഫ് ദ ക്ലോക്ക്. എന്താണ് ഈ ടേബിളിൽ നോക്കിയിട്ട് ടേബിൾ കംപ്ലീറ്റ് ആക്കാനും ടൈം കംപ്ലീറ്റ് ആക്കാനും അതുപോലെ എന്താണ് ഹാൻഡ്സ് വരയ്ക്കാനും പറഞ്ഞിരിക്കുന്നത് അല്ലേ. ആ സമയത്തിൻ്റെ വരയ്ക്കാനൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കൂ ഇവിടെ എത്രയാണ് സമയം, 2 ആണ് അല്ലേ. അപ്പോൾ നമ്മൾക്ക് എന്താക്കുക 2 o'clock എന്ന് എഴുതുക കേട്ടോ. എന്താണ് 2 o'clock.
ഓക്കെ. 2 o'clock. 2 o'clock. Then next ഇവിടെ 2:15 തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ എന്താക്കുക, നമുക്ക് ഇവിടെ 2:15 വരയ്ക്കണം അല്ലേ. അപ്പൊ നമുക്ക് എന്താക്കണം, 2:15 അല്ലേ. അപ്പൊ 2ന്ന് കുറച്ച് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങിയിട്ട് ഈ 50 ഇത് ഒരു എന്താണ് മണിക്കൂർ സൂചി, അതായത് ഹവർ ഹാൻഡ് എന്താക്കുക, 2ന്ന് ഇച്ചിരി ഒന്ന് താഴോട്ട് ഇറങ്ങണം കേട്ടോ. 2 കഴിഞ്ഞല്ലോ. അപ്പൊ കുറച്ചൊന്ന് താഴോട്ട് ഇറങ്ങുക. എന്നിട്ട് എന്താക്കുക, 15ന്റെ അവിടെ എന്താക്കുക, 15 എന്ന് പറയുമ്പോൾ എത്രയാ, ഇവിടുന്ന് വരെ വെക്കുക അല്ലേ. 5, 10, 15, 3ന്റെ അവിടെയും നമ്മൾക്കൊരു ഇത് വരയ്ക്കുക, ഇത് മിനിറ്റ് ഹാൻഡും. ഓക്കെ. അപ്പൊ നമുക്ക് ഇങ്ങനെ വരയ്ക്കുക അല്ലേ. നെക്സ്റ്റ് എന്താണ്, 1:45 ആണ് അല്ലേ. അപ്പൊ നമുക്ക് എന്താ 1:45 അല്ലേ. അപ്പൊ 1ന്റെ താഴോട്ടേക്ക് ആക്കിയിട്ട് വരയ്ക്കണം കേട്ടോ. 45 എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ 1ന് അവിടെ 5, 2ന് അവിടെ 10, 15, 20, 25, 30, 35, 40, 45 അല്ലേ. അപ്പോൾ നമുക്ക് 1:45 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താക്കുക, ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. 1ന്റെ താഴത്തായിട്ട് വരയ്ക്കരുത് കേട്ടോ. കുറച്ച് ഇങ്ങോട്ടേക്കാക്കി വരയ്ക്കുക. 2 എത്തും ചെയ്യരുത് കേട്ടോ. ഓക്കെ. ഇനി എന്താണ് 45 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താക്കാം, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അല്ലേ. മിനിറ്റ് ഹാൻഡ് കുറച്ച് വലുതായിരിക്കണം കേട്ടോ, ഹവർ ഹാൻഡിനെ അപേക്ഷിച്ചിട്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് 1:45 ഇങ്ങനെ വരയ്ക്കുക കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് എന്താണ്, Tanvi boarded a train from Varkala to Chengannur to visit her uncle's house. തൻവി എന്താക്കി, വർക്കലയിൽ നിന്ന് ചെങ്ങന്നൂർക്ക് അവളുടെ അങ്കിളുടെ വീട്ടിലേക്ക് പോവുകയാണ് ട്രെയിനിൽ. ദ ട്രെയിൻ സ്റ്റാർട്ടഡ് 3:30 ആൻഡ് റീച്ച്ഡ് കൊല്ലം ആഫ്റ്റർ ഹാഫ് ആൻ അവർ. അപ്പൊ എന്താണ്, 3:30ക്കാണ് എന്താക്കുന്നത്, സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. അപ്പൊ ഹാഫ് അവർ കഴിഞ്ഞപ്പോൾ എന്താക്കിയ, കൊല്ലത്തേക്ക് എത്തി. ആഫ്റ്റർ ട്രാവലിംഗ് ടു ഫോർ അനദർ 1 hour ദ ട്രെയിൻ റീച്ച്ഡ് ചെങ്ങന്നൂർ. അങ്ങനെ 1 മണിക്കൂറും കൂടി കഴിഞ്ഞപ്പോൾ എന്താക്കി, ചെങ്ങന്നൂർ എത്തി. ആൻഡ് വാട്ട്സ് അറൈവൽ ടൈം ഓഫ് ദ ട്രെയിൻ അറ്റ് കൊല്ലം. അപ്പൊ കൊല്ലത്ത് എത്തുന്ന സമയം എത്ര മണിയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കൊല്ലത്ത് എത്തിയ എന്താണ്, ഹാഫ് ആൻ അവർ ആണ് അല്ലെ. ഹാഫ് ആൻ അവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, എത്ര മിനിറ്റ് ആണ് നോക്കൂ. 1 hour എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ് അല്ലെ. ഓക്കെ. പിന്നെന്താണ്, ഹാഫ് അവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 30 മിനിറ്റ് ആണ്. പിന്നെന്താണ്, 3/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 45 മിനിറ്റ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഹാഫ് അവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 30 മിനിറ്റ്. അപ്പൊ 3:30ക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ 3:30ക്ക് സ്റ്റാർട്ട് ചെയ്താൽ 30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എന്താക്കുന്നത്, കൊല്ലത്തെത്തുന്നത്. അപ്പൊ 3:30 കയറിയ 30 മിനിറ്റ് കഴിയുന്ന പറഞ്ഞാൽ എത്രയാണ്, 4 മണി അല്ലെ. അപ്പൊ 4 o'clock എന്താക്കുന്നത്, കൊല്ലത്തെത്തുന്നത് കേട്ടോ. അപ്പൊ 4 o'clock ഇത് അവിടെ കൊല്ലത്തെത്തുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ 4 o'clock. 4 o'clock 4 o'clock-ലാണ് എന്താക്കുന്നത്, കൊല്ലത്ത് എത്തുന്നത്. ഓക്കെ. നെക്സ്റ്റ് എന്താണ്, വെൻ ഡിഡ് ട്രെയിൻ റീച്ച് ചെങ്ങന്നൂർ. ചെങ്ങന്നൂർ എത്തുന്ന എപ്പോഴാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 4 മണിക്ക് കൊല്ലത്ത് എത്തിയ അത് കഴിഞ്ഞ് 1 മണിക്കൂറും കൂടി കഴിഞ്ഞിട്ടാണ് എന്താക്കുന്നത്, ചെങ്ങന്നൂർ എത്തുന്നത് അല്ലെ. അപ്പൊ 4 മണി കഴിഞ്ഞ് 1 മണിക്കൂറും കൂടി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4നോട് 1 മണിക്കൂർ കൂട്ടുക അല്ലെ. അപ്പൊ എത്രയാ, 5 മണി അല്ലെ. അപ്പൊ 5 o'clock-ലാണ് എന്താക്കുന്നത്, ചെങ്ങന്നൂർ എത്തുന്നത് കേട്ടോ. അപ്പൊ 5 o'clock അല്ലെ. 5 o'clock-ന് എന്താക്കുന്നുണ്ട്, ചെങ്ങന്നൂർ എത്തുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ സമയത്താണ് അവര് എത്തുന്നത്. നെക്സ്റ്റ് എന്താണെന്ന് നോക്കിയേ, എന്താണ് അടുത്തത്, കഴിഞ്ഞു അല്ലെ. ഇത്രയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾ എന്താക്കുക, മാത്സ് സിമ്പിളാണ് കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കണേ, നിങ്ങൾ ഇൻറ്റു ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്നും തെറ്റിക്കരുത്. അതുപോലെ പ്ലസ് ആഡ് ചെയ്യുമ്പോൾ മൈനസ് ചെയ്യുമ്പോൾ ഒന്നും തെറ്റിക്കാൻ പാടില്ല. ഒക്കെ ശരിക്കും ശ്രദ്ധിച്ച് ചെയ്യണം. ഓക്കെ. അപ്പൊ സിമ്പിളാണ്, ഫുൾ മാർക്ക് തന്നെ എല്ലാവർക്കും കിട്ടും കേട്ടോ. ഓക്കെ. താങ്ക് യു.